തിരുവിതാംകൂർ രാജാക്കന്മാർ. മാർത്താണ്ഡവർമ്മ. കാലഘട്ടം 1729 മുതൽ 1758 വരെ. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആധുനിക അശോകൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. കാർത്തിക തിരുനാൾ രാമവർമ്മ. കാലഘട്ടം 1758 മുതൽ 1798 വരെ. തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ധർമ്മരാജ എന്നറിയപ്പെട്ടിരുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. കിഴവൻ രാജ എന്നും അറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. കാലഘട്ടം 1798 മുതൽ 1810 വരെ. തിരുവിതാംകൂറിലെ അശക്തനും അപ്രാപ്യനുമായ ഭരണാധികാരിയായി അറിയപ്പെടുന്നത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മിബായി. കാലഘട്ടം 1810 മുതൽ 1815 വരെ. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ചതും ജില്ലാ കോടതികളും അപ്പീൽ കോടതികളും പട്ടയ സമ്പ്രദായവും കൊണ്ടുവന്നത് ഗൗരി ലക്ഷ്മിബായിയാണ്. ഉത്രട്ടാതി തിരുനാൾ ഗൗരി പാർവതിബായി. കാലഘട്ടം 1815 മുതൽ 1829 വരെ. പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയതും താണജാതിക്കാർക്ക് സ്വർണവും വെള്ളിയും ആഭരണങ്ങൾ അണിയാൻ അനുമതി നൽകിയതും തിരുവിതാംകൂറിലെ എല്ലാവർക്കും പുര ഓടുമേയാൻ അനുമതി നൽകിയതും ഗൗരി പാർവതിബായിയാണ്. സ്വാതി തിരുനാൾ. കാലഘട്ടം 1829 മുതൽ 1846 വരെ. ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണകാലം എന്നറിയപ്പെട്ടിരുന്നത് സ്വാതി തിരുനാളിന്റെ ഭരണകാലമാണ്. ഗർഭശ്രീമാൻ, ദക്ഷിണഭോജൻ, സംഗീതജ്ഞരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നൊക്കെ അറിയപ്പെട്ടത് സ്വാതി തിരുനാളാണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. കാലഘട്ടം 1847 മുതൽ 1860 വരെ. പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നതും കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി വന്നതും ഉത്രം തിരുനാളിന്റെ കാലത്താണ്. ആയില്യം തിരുനാൾ. കാലഘട്ടം 1860 മുതൽ 1880 വരെ. കേരളത്തിലെടുത്ത ആദ്യത്തെ ഫോട്ടോ 1865 തിരുവിതാംകൂർ മഹാരാജാവ് ആയില്യം തിരുനാളും ഭാര്യ കല്യാണിക്കുട്ടിയുമായിരുന്നു. ഈ ചരിത്ര ചിത്രത്തിന് പകരമായി അദ്ദേഹം ഫോട്ടോഗ്രാഫർക്ക് 2001 സ്വർണ്ണ നാണയങ്ങൾ, 500 ക്വിന്റൽ കുരുമുളക്, 100 ക്വിന്റൽ ഏലം, 100 ക്വിന്റൽ ഉണക്ക ഇഞ്ചി എന്നിവ സമ്മാനമായി നൽകി. വിശാഖം തിരുനാൾ. കാലഘട്ടം 1880 മുതൽ 1885 വരെ. പണ്ഡിതൻ എന്ന നിലയിൽ പ്രശസ്തനായ തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ. മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരിയാണ് വിശാഖം തിരുനാൾ. ശ്രീമൂലം തിരുനാൾ. കാലഘട്ടം 1885 മുതൽ 1924 വരെ. പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സ്കൂളുകളിൽ പ്രവേശനം നൽകിയതും സംസ്കൃത കോളേജ്, ആയുർവേദ കോളേജ്, ലോ കോളേജ്, വനിതാ കോളേജ് എന്നിവ തിരുവനന്തപുരത്ത് ആരംഭിച്ചതും ശ്രീമൂലം തിരുനാളാണ്. പൂരാടം തിരുനാൾ സേതുലക്ഷ്മിബായി. കാലഘട്ടം 1924 മുതൽ 1931 വരെ. ദേവസ്വം ക്ഷേത്രങ്ങളിലെ മൃഗബലി, ദേവദാസി സമ്പ്രദായം, ബഹുഭാര്യത്വം എന്നിവ നിരോധിച്ചത് റാണി സേതുലക്ഷ്മിബായിയാണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. കാലഘട്ടം 1931 മുതൽ 1949 വരെ. തിരുവിതാംകൂറിൽ വധശിക്ഷ നിർത്തലാക്കിയതും തിരുവിതാംകൂർ സർവകലാശാല, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഭൂപണയ ബാങ്ക് എന്നിവ സ്ഥാപിച്ചതും ശ്രീ ചിത്തിര തിരുനാളാണ്. തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരിയും ശ്രീ ചിത്തിര തിരുനാളാണ്.